ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പേഷ്യൻ്റ് പൊസിഷനിങ്. അതായത് പേഷ്യൻറ്റിന് കറക്റ്റായിട്ടൊരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് പൊസിഷനിങ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു എൻഷുവർ സേഫ്റ്റി ആൻഡ് കംഫോർട്ട്. പേഷ്യൻറ്റിന് ഒരു കംഫോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് നമ്മൾ പൊസിഷൻ ചെയ്യണം. ദെൻ ടു മെയിൻറ്റെയിൻ ദ കറക്റ്റ് അനാട്ടമിക്കൽ പൊസിഷൻ. അതായത് നമ്മുടെ ബോഡിയുടെ നോർമൽ അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായി പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യണം. പ്രിവെൻറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ്. അതായത് ഫിസിയോളജിക്കൽ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രോപ്പറായിട്ടുള്ളൊരു പൊസിഷനിങ് സഹായിക്കും. ദെൻ എക്സ്പോഷർ ഓഫ് ദ സർജിക്കൽ സൈറ്റ്. അതായത് സർജറിയുടെ കേസസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ സർജൻ ആ ഏരിയയുടെ ഒരു മാക്സിമം എക്സ്പോഷർ കിട്ടുകയുള്ളൂ. സോ സർജിക്കൽ സൈറ്റ് എക്സ്പോഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രോപ്പറായി നമ്മൾ പൊസിഷനിങ് നടത്തേണ്ടതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സുപ്പൈൻ പൊസിഷൻ. സുപ്പൈൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഈസ് ലൈങ് ഓൺ ബാക്ക് വിത്ത് ദ ആംസ് അറ്റ് ദ സൈഡ്സ്. പിക്ചറിൽ കാണുന്നത് പോലെ പേഷ്യൻസ് മലർന്നു കിടക്കുന്നതിനാണ് സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുന്നത്. അനാട്ടമിക്കലി പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ബാക്ക് സർഫസ് അഥവാ ഡോർസൽ സർഫസ് ലൈങ് ഹൊറിസോണ്ടലി ഓൺ ദ ബെഡ്. സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് സർഫസ് ബെഡിൽ ടച്ച് ചെയ്തിരിക്കും. വെൻട്രൽ ഓർ ദ ഫ്രണ്ട് സർഫസ് മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കും, അപ്വേർഡ്സ് ആയിരിക്കും. ഈ പൊസിഷനിൽ പേഷ്യൻറ്റിൻ്റെ ഓക്സിപിറ്റൽ റീജിയൻ, സ്കാപ്പുല, ഒലിക്രനോൺ പ്രോസസ്, തൊറാസിക് വെർട്ടിബ്രേസ്, ബട്ടക് റീജിയൻ, കാഫ് മസിൽസ്, ഹീറ്റ് ഇവയെല്ലാം ബെഡിൽ ടച്ച് ചെയ്തിരിക്കും. സോ പ്രോപ്പറായിട്ടുള്ളൊരു കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഏരിയാസിലൊക്കെ ബെഡ് സോർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ പൊസിഷനിൽ പേഷ്യൻ്റെ കംഫോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് പില്ലോസ് പ്രൊവൈഡ് ചെയ്യാം അണ്ടർ ദ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ആൻഡ് പേഷ്യൻറ്റിൻ്റെ ഫുഡ് ഡ്രോപ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യൻറ്റിന് ഫുഡ് ബോർഡും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. മെയിൻ പർപ്പസ് ഓഫ് ദിസ് പൊസിഷൻ, ഫസ്റ്റ് വൺ ടു പ്രൊവൈഡ് കംഫോർട്ട്. അതായത് പേഷ്യൻറ്റിന് സ്ലീപ്പ് ആൻഡ് റെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പൊസിഷനാണ് സുപ്പൈൻ പൊസിഷൻ. സ്ലീപ്പ് ആൻഡ് റെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊസിഷൻ കൊടുക്കുന്നതുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കംഫോർട്ടബിൾ ഡിവൈസസ് കൂടെ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഫോർ ഫിസിക്കൽ എക്സാമിനേഷൻ. അതായത് ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ബോഡിയുടെ പ്രോപ്പർ എക്സാമിനേഷന് സുപ്പൈൻ പൊസിഷൻ കൊടുക്കാം. ഫേസ് റീജിയൻ, നെക്ക് റീജിയൻ, തൊറാസിക് റീജിയൻ്റെ, അബ്ഡോമിനൽ, എക്സ്ട്രിമിറ്റീസ് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി സുപ്പൈൻ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ പൊസിഷൻ കൊടുക്കാം. ദെൻ ഫോർ അണ്ടർഗോയിങ് അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ അനസ്തേഷ്യയുടെ റിക്കവറി പീരീഡിലും നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സുപ്പൈൻ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ ദ സർജറി ഓഫ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ബോഡി. അതായത് എനി ഫേഷ്യൽ സർജറീസ്, ഇൻട്രാതൊറാസിക് സർജറീസ്, അബ്ഡോമിനൽ സർജറീസ് ഓർ എക്സ്ട്രിമിറ്റീസിലുള്ള സർജറീസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി സുപ്പൈൻ പൊസിഷനിൽ പേഷ്യൻറ്റിനെ കിടത്താവുന്നതാണ്. അതുപോലെ മെയിൽ കത്തീറ്ററൈസേഷൻ നടത്തുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷനാണ് സുപ്പൈൻ പൊസിഷൻ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മെയിൽ കത്തീറ്ററൈസേഷന് വേണ്ടി പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് സുപ്പൈൻ പൊസിഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡോർസൽ റെക്കമെൻഡ് പൊസിഷൻ. ഡോർസൽ റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഈസ് ലൈങ് ഓൺ ദെയർ ബാക്ക്. ഡോർസൽ എന്ന് പറഞ്ഞാൽ ബാക്ക് സർഫേസ്, റെക്കമെൻഡ് മീൻസ് ലേ ഡൗൺ. സോ ഡോർസൽ റെക്കമെൻഡ് മീൻസ് ലേ ഡൗൺ ബാക്ക്. ഇതൊരു സുപ്പൈൻ പൊസിഷൻ തന്നെയാണ്. നോർമൽ സുപ്പൈൻ പൊസിഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഡോർസൽ റെക്കമെൻഡ് പൊസിഷനിൽ നീ ഏരിയ ഫ്ലെക്സ്ഡ് ആയിരിക്കും, ലെഗ്സ് അകത്തി വെച്ചിരിക്കും, ഫീറ്റ് ബെഡിൽ ടച്ച് ചെയ്തിരിക്കും. ഇതിൻ്റെ മെയിൻ പർപ്പസസ് എക്സാമിനേഷൻ ഓഫ് റെക്ടം ആൻഡ് വജൈന. സോ വജൈനൽ എക്സാമിനേഷനൊക്കെ വേണ്ടി ഒബ്സ്റ്ററ്റിക്കൽ ഫോർസെപ്സ് ഇൻസേർട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഡോർസൽ റെക്കമെൻഡ് പൊസിഷൻ. ദെൻ അബ്ഡോമിനൽ അസസ്മെൻറ്റ്. അതായത് അബ്ഡോമിനൽ പെയിൻ ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. പേഷ്യൻ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ അബ്ഡോമിനൽ മസിൽസ് ഒക്കെ നല്ലവണ്ണം റിലാക്സ്ഡ് ആയിരിക്കും. സോ ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ കത്തീറ്ററൈസേഷന് വേണ്ടി കൊടുക്കുന്ന പൊസിഷൻ ഡോർസൽ റെക്കമെൻഡ് പൊസിഷനാണ്. മെയിൽ കത്തീറ്ററൈസേഷന് സുപ്പൈൻ പൊസിഷൻ ആൻഡ് ഫോർ ദ ഫീമെയിൽ കത്തീറ്ററൈസേഷൻ ഡോർസൽ റെക്കമെൻഡ് പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോൺ പൊസിഷൻ. പേഷ്യൻസ് കമിഴ്ന്ന് കിടക്കുന്നതിനാണ് പ്രോൺ പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ദേ ആർ ലൈയിങ് ഓൺ ദെയർ അബ്ഡമൻ. ഈ പൊസിഷനിൽ പേഷ്യൻറ്റിൻ്റെ ഹെഡ് ഒരു സൈഡിലേക്ക് ടേൺ ചെയ്ത് വെച്ചിരിക്കും. അനാട്ടമിക്കലി പറഞ്ഞാൽ നമ്മുടെ ഡോർസൽ ഓർ ബാക്ക് സർഫസ് ഈസ് ഫേസിങ് അപ്വേർഡ്, വെൻട്രൽ ഓർ ദ
ഫ്രണ്ട് സർഫസ് ഈസ് ഫേസിങ് ഡൗൺവേർഡ്സ്. നമ്മുടെ ബോഡിയുടെ ഫുൾ എക്സ്റ്റൻഷൻ അലോ ചെയ്യുന്ന ഒരേ ഒരു പൊസിഷനാണ് പ്രോൺ പൊസിഷൻ. അതായത് ഹിപ്പ് ഏരിയ, നീ ജോയിന്റ്, ലെഗ്സ് എല്ലാം കംപ്ലീറ്റ്ലി എക്സ്റ്റെൻഡ് ആയി കിടക്കുന്ന ഒരേ ഒരു പൊസിഷനാണ് പ്രോൺ പൊസിഷൻ. മെയിൻ പർപ്പസസ് ഓഫ് ദിസ് പൊസിഷൻ ആർ, ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂറോ സർജറിയുടെ കേസിൽ അല്ലെങ്കിൽ സ്പൈനിൽ, ബാക്ക് സർഫസിലുള്ള ഏതെങ്കിലും ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ അൺകോൺഷ്യസ് പേഷ്യൻസിനും മൗത്ത് ആൻഡ് ത്രോട്ടിൽ, നെക്ക് ഏരിയയിലൊക്കെ എന്തെങ്കിലും സർജറി നടത്തിയിട്ടുള്ള പേഷ്യൻസിന് സെക്രീഷൻസ് ഈസി ആയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഈ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ പൂളിംഗ് ഓഫ് സെക്രീഷൻസ് പ്രിവെന്റ് ചെയ്യാനും ആസ്പിരേഷൻ പ്രിവെന്റ് ചെയ്യാനും ഇത് സഹായിക്കും. ബെഡ് സോർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് പ്രോൺ പൊസിഷൻ. നെക്സ്റ്റ് വൺ, ലാറ്ററൽ പൊസിഷൻ. ലാറ്ററൽ മീൻസ് സൈഡ് ലൈയിങ്. പേഷ്യൻസ് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുന്നതിനാണ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ടോപ്പ് ലെഗ് ബോട്ടം ലെഗിന്റെ ഫ്രണ്ടിലായിരിക്കും. അതുപോലെ ഹിപ്പ് ജോയിന്റും നീ ജോയിന്റും ഒക്കെ ഫ്ലെക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു പൊസിഷനാണിത്. പേഷ്യന്റിന്റെ കംഫർട്ടിന് വേണ്ടി രണ്ട് കാലുകൾക്കിടയിൽ പില്ലോസ് പ്രൊവൈഡ് ചെയ്യാം. ഇത് 2 ടൈപ്സ് ഉണ്ട്, റൈറ്റ് ലാറ്ററൽ പൊസിഷൻ ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ. റൈറ്റ് ലാറ്ററൽ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് പേഷ്യന്റിന്റെ ലെഫ്റ്റ് സൈഡ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ലാറ്ററൽ മീൻസ് പേഷ്യന്റ് കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്, ഈസി ആയിട്ട് റൈറ്റ് സൈഡ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. The purposes of lateral position are, first one, to provide comfort. അതുപോലെ എനിമ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ലാറ്ററൽ പൊസിഷൻസ് യൂസ് ചെയ്യാം. മെയിൻലി റെക്ടൽ സപ്പോസിറ്ററീസ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റെക്ടൽ ടെമ്പറേച്ചർ എടുക്കുന്നതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് ലാറ്ററൽ പൊസിഷനാണ്. സിംസ് പൊസിഷൻ ഒരു സെമി പ്രോൺ പൊസിഷനാണ്. അതായത് പേഷ്യന്റ് പകുതി ചരിഞ്ഞും പകുതി കമിഴ്ന്നുമായി കിടക്കുന്ന ഒരു പൊസിഷനാണ് സിംസ് പൊസിഷൻ. ഇതിൽ പേഷ്യന്റ് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും കിടക്കുന്നത്. ലെഫ്റ്റ് ആം അല്ലെങ്കിൽ ലോവർ ആം ബാക്ക് സൈഡിലായിരിക്കും. അപ്പർ ഓർ ദ റൈറ്റ് ആം ഫ്ലെക്സ് ചെയ്തിരിക്കുകയായിരിക്കും. ഷോൾഡറിലും എൽബോ ജോയിന്റിലും ഫ്ലെക്സ് ചെയ്തിരിക്കുകയായിരിക്കും. ചെസ്റ്റ് ഏരിയ 45 ഡിഗ്രി പ്രോൺ ആയിരിക്കും. അപ്പർ ലെഗ് ഓർ ദ റൈറ്റ് ലെഗ് 45 to 90 ഡിഗ്രി ഫ്ലെക്സ് ചെയ്തായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ലോവർ ബോഡി പ്രഷറും അതുപോലെ ബാക്ക് സൈഡിലുള്ള പ്രഷറും റിലീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. വജൈനൽ ആൻഡ് റെക്ടൽ എക്സാമിനേഷന് പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു പൊസിഷനാണ്. അതുപോലെ മെയിൻലി എനിമ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സിംസ് പൊസിഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫൗളേഴ്സ് പൊസിഷൻ. ഫൗളേഴ്സ് പൊസിഷൻ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ജോർജ് റയേഴ്സൺ ഫൗളർ ആണ്. ഇതൊരു ബെഡ് പൊസിഷൻ ആണ്. ഇത് പേഷ്യന്റ് സെമി സിറ്റിംഗ് അപ്രൈറ്റ് ആണ്. ഈ പൊസിഷനിൽ പേഷ്യന്റിന്റെ ഹെഡ് ഓഫ് ദ ബെഡ് എലിവേറ്റ് ചെയ്തിരിക്കും. ഇത് ഡിഫറെന്റ് വേരിയേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലോ ഫൗളേഴ്സ്. ലോ ഫൗളേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ബെഡ് ഒരു 15 to 30 ഡിഗ്രി എലിവേറ്റ് ചെയ്തിരിക്കും. നെക്സ്റ്റ് വൺ സെമി ഫൗളേഴ്സ്. സെമി ഫൗളേഴ്സിൽ പേഷ്യന്റിന്റെ ഹെഡ് ഓഫ് ദ ബെഡ് 30 to 45 ഡിഗ്രി എലിവേറ്റ് ചെയ്തിരിക്കും. Then high fowlers. High fowlersൽ പേഷ്യന്റിന്റെ ഹെഡ് ഓഫ് ദ ബെഡ് 60 to 90 ഡിഗ്രി എലിവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ. നിയർലി വെർട്ടിക്കൽ ആയിരിക്കും പേഷ്യന്റിന്റെ പൊസിഷൻ. The main purposes of Fowler's position are to relieve breathing difficulty. അതായത് ഗ്രാവിറ്റി ഫോഴ്സ് കാരണം ചെസ്റ്റിനുണ്ടാകുന്ന ഒരു കംപ്രഷൻ അലിവിയേറ്റ് ചെയ്യുന്നു. ഡയഫ്രം താഴേക്ക് വരികയും മാക്സിമം ചെസ്റ്റ് എക്സ്പാൻഷനുള്ള സ്പേസ് കിട്ടുന്നു. അങ്ങനെ ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ദെൻ അബ്ഡോമിനൽ ഡ്രൈനേജിന് സഹായിക്കുന്നു. പോസ്റ്റ്പാർട്ടം വുമണിന് യൂട്രൈൻ ഡ്രൈനേജിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അബ്ഡോമിനൽ മസിൽസിന്റെ എല്ലാം ഒരു റിലാക്സേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്ഡോമിനൽ സ്യൂച്ചേഴ്സ് റിലീവ് ചെയ്യാൻ ടെൻഷൻ, അബ്ഡോമിനൽ സ്യൂച്ചേഴ്സിന്റെ ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പൊസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് പേഷ്യന്റിന് ഇൻക്രീസ്ഡ് ICP ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ കൊടുക്കാം. ബാക്ക് മസിൽസിന്റെ റിലാക്സേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനാണ് ഫൗളേഴ്സ് പൊസിഷൻ. അതുപോലെ സം ന്യൂറോ സർജറീസും ഷോൾഡർ റീജിയനിലെ സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഫൗളേഴ്സ് പൊസിഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നെർസോഗ്യാസ്ട്രിക് ട്യൂബ് ഉള്ള പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു പൊസിഷനാണ്. അതായത് ആസ്പിരേഷൻ ഓഫ് ദ ഫ്ലൂയിഡ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഫൗളേഴ്സ് പൊസിഷൻ.
നെക്സ്റ്റ് വൺ ഈസ് ഓർത്തോപീനിക് ഓർ ട്രിപ്പോയിഡ് പൊസിഷൻ. ഓർത്തോപീനിക് പൊസിഷൻ ഒരു സിറ്റിംഗ് പൊസിഷൻ ആണ്. അതിൽ പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ടിലായി നമ്മളൊരു ഓവർഹെഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്യും. ആ ടേബിളിൽ പില്ലോസ് ഉണ്ടായിരിക്കും. അതിലേക്ക് ആ ടേബിളിലേക്ക് പേഷ്യൻ്റ് കുനിഞ്ഞു കിടക്കുന്നതിനാണ് ട്രിപ്പോയിഡ് പൊസിഷൻ എന്ന് പറയുന്നത്. മെയിൻ പർപ്പസ് ഓഫ് ദിസ് പൊസിഷൻ ടു റിലീവ് ഡിസ്നിയ. അതായത് പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പോയിഡ് പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ ആംസ് ഒക്കെ സെക്യൂർ ആയിട്ടിരിക്കുകയാണ് ഈ പില്ലോസിൽ. സോ പേഷ്യൻറ്റിൻ്റെ പെക്ടോറാലിസ് മസിൽസ് അല്ലെങ്കിൽ ചെസ്റ്റ് വോൾ മസിൽസിൻ്റെ കൺട്രാക്ഷൻ ഉണ്ടാവുകയും ആൻറ്റീരിയർ ചെസ്റ്റ് വോൾ എലിവേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ റെസ്പിറേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, ലങ്സിലേക്കുള്ള ഓക്സിജനേഷൻ കൂടും. നെക്സ്റ്റ് വൺ തൊറാസെൻറ്റസിസ്. തൊറാസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ തൊറാസിക് ക്യാവിറ്റിയിൽ നിന്നുള്ള ഫ്ലൂയിഡ്സിൻ്റെ ആസ്പിരേഷൻ ആണ്. ആ പ്രൊസീജിയർ നടത്തുന്നതിന് വേണ്ടി പേഷ്യൻറ്റിന് ഓർത്തോപീനിക് പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് കാർഡിയാക് പ്രോബ്ലംസ്. എന്തെങ്കിലും കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡിസ്നിയ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് റിലീവ് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യൻറ്റിന് ഓർത്തോപീനിക് പൊസിഷൻ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് lithotomy position. In lithotomy position, the patient is lying on their back. ഈ പൊസിഷനിൽ പേഷ്യൻറ്റിൻ്റെ ഹിപ്പ് 90 ഡിഗ്രി ഫ്ലെക്സ്ഡ് ആണ്. തൈ അകത്തി വെച്ചിരിക്കും. നീ ജോയിൻ്റ് 70 to 90 ഡിഗ്രി ബെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ലെഗ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പാഡഡ് ലെഗ് ഷെൽസ് യൂസ് ചെയ്യാം. ആം ചെസ്റ്റിലോ അല്ലെങ്കിൽ ആം ബോർഡിലോ റെസ്റ്റ് ചെയ്യുവാണ്. ഹെഡും ട്രങ്കും ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും കിടക്കുന്നത്. മെയിൻ പർപ്പസ് ഓഫ് ദിസ് പൊസിഷൻ ഫോർ വജൈനൽ എക്സാമിനേഷൻസ് നടത്തുന്നതിന് വേണ്ടി ഈ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. നോർമൽ ഡെലിവറി അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ലിതോട്ടമി പൊസിഷനാണ്. അതുപോലെ ജെനൈറ്റോ യൂറിനറി സിസ്റ്റത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സർജറിക്ക് വേണ്ടിയിട്ട് ലിതോട്ടമി പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ട്രെൻലൻബർഗ് പൊസിഷൻ. ഈ പൊസിഷനിൽ പേഷ്യൻ്റ് ഈസ് ലൈയിങ് ഓൺ ഹിസ് ബാക്ക്. അതായത് സുപ്പൈനായിട്ട് പേഷ്യൻ്റ് കിടക്കുന്നു. പേഷ്യൻറ്റിൻ്റെ ആംസ് രണ്ട് സൈഡിലേക്ക് ടക്ക് ചെയ്തിരിക്കുന്നു. ഫൂട്ട് ഓഫ് ദ ബെഡ് ഹെഡ് ഓഫ് ദ ബെഡിനേക്കാൾ ഒരു 15 to 30 ഡിഗ്രി എലിവേറ്റ് ചെയ്തിരിക്കും. അതായത് ഹെഡ് ലോവർ സൈഡിലാണ്, ഫൂട്ട് എലിവേറ്റ് ചെയ്തിരിക്കും. മെയിൻ പർപ്പസസ് ഓഫ് ദിസ് പൊസിഷൻ ടു പ്രൊമോട്ട് വീനസ് സർക്കുലേഷൻ. വീനസ് റിട്ടേൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ പൊസിഷൻ സഹായിക്കും. പോസ്റ്ററൽ സ്ട്രൈനേജിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു പൊസിഷനാണ്. ദെൻ പെൽവിക് സർജറീസ് നടത്തുന്നതിന് വേണ്ടി ട്രെൻലൻബർഗ് പൊസിഷൻ യൂസ് ചെയ്യാം. അതായത് ഈ പൊസിഷനിൽ പേഷ്യൻ്റ് കിടക്കുമ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് കാരണം ഇൻട്രാ അബ്ഡോമിനൽ ഓർഗൻസ് പെൽവിക് ഏരിയയിൽ നിന്ന് പുള്ളി ചെയ്ത് മാറ്റും. സോ പെൽവിക് ഓർഗൻസിൻ്റെ ആക്സസ് ഈസിയാക്കി കിട്ടുന്ന ഒരു പൊസിഷനാണ് ട്രെൻലൻബർഗ് പൊസിഷൻ. ഇൻ കേസ് ഓഫ് പ്രഗ്നൻസിയിൽ കോഡ് പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ പേഷ്യൻറ്റിൻ്റെ ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും നമ്മൾ ട്രെൻലൻബർഗ് പൊസിഷൻ പ്രൊവൈഡ് ചെയ്യരുത്. റിവേഴ്സ് ട്രെൻലൻബർഗ് പൊസിഷൻ. റിവേഴ്സ് ട്രെൻലൻബർഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ട്രെൻലൻബർഗ് പൊസിഷൻ. ഇതും ഒരു സുപ്പൈൻ പൊസിഷനാണ്. പേഷ്യൻ്റ് ഈസ് ലൈയിങ് ഓൺ ഹിസ് ബാക്ക്. പേഷ്യൻറ്റിൻ്റെ ഫൂട്ട് ഓഫ് ദ ബെഡ് ലോവേർഡ് ആയിരിക്കും. ഈ പൊസിഷനിൽ ഹെഡ് ഓഫ് ദ ബെഡ് ആയിരിക്കും എലിവേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഹെഡ് അപ്പ് ടിൽറ്റ് പൊസിഷനാണ് റിവേഴ്സ് ട്രെൻലൻബർഗ് പൊസിഷൻ. ഇതിൻ്റെ മെയിൻ പർപ്പസ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസിൻ്റെ കേസിൽ, അതായത് ഗ്യാസ്ട്രോ ഇസോഫാഗിയൽ റിഫ്ലക്സ് സിൻഡ്രോം ഒക്കെ ഉണ്ടെങ്കിൽ റീകർജിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. ഈ പൊസിഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് ഇത് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്നു. നെക്സ്റ്റ് വൺ ഈസ് നീ ചെസ്റ്റ് പൊസിഷൻ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ജെനു പെക്ടോറൽ പൊസിഷൻ. ജെനു എന്ന് പറഞ്ഞാൽ ബെൻഡ് നീ, പെക്ടോറൽ ഈസ് ദ ചെസ്റ്റ് മസിൽസ്. അതായത് നീ ബെൻഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് നീ ചെസ്റ്റ് പൊസിഷൻ. ഇത് 2 ടൈപ്സ് ഉണ്ട്, ലാറ്ററൽ നീ ചെസ്റ്റ് പൊസിഷൻ ആൻഡ് പ്രോൺ നീ ചെസ്റ്റ് പൊസിഷൻ. ലാറ്ററൽ നീ ചെസ്റ്റിൽ പേഷ്യൻ്റ് ഒരു സൈഡിലേക്ക് കിടക്കുന്നു. പേഷ്യൻറ്റിൻ്റെ ടോർസൽ റീജിയൻ ഡയഗണലി പ്ലേസ് ചെയ്തിരിക്കും. ഹിപ്പ് ഏരിയയും നീ ഏരിയയും ഫ്ലെക്സ്ഡ് ആയിരിക്കും. പ്രോൺ നീ ചെസ്റ്റ് പൊസിഷനിൽ പേഷ്യൻ്റ് മുട്ടുകാലിൽ നിൽക്കുന്നു. അതായത് പേഷ്യൻറ്റിൻ്റെ ഷോൾഡർ റീജിയൻ, ചെസ്റ്റ് റീജിയൻ, നീ ഏരിയ എല്ലാം ബെഡിൽ ടച്ച് ചെയ്തിരിക്കും. മുസ്ലിം പ്രെയർ പൊസിഷനാണ് പ്രോൺ നീ ചെസ്റ്റ് പൊസിഷൻ.
ഇതിന്റെ മെയിൻ പർപ്പസ് സിഗ്മോയിഡോസ്കോപ്പി, അതായത് ത്രൂ റെക്ടം സിഗ്മോയിഡോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്ത് ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെയൊക്കെ വിഷ്വലൈസേഷന് സഹായിക്കുന്ന ഒരു പൊസിഷനാണിത്. ദെൻ ഗൈനക്കോളജിക്കൽ ആൻഡ് റെക്ടൽ എക്സാമിനേഷന് വേണ്ടി നമുക്ക് നീച്ചസ് പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. പ്രഗ്നൻസിയുടെ കേസിൽ ഫീറ്റൽ പൊസിഷൻ ട്രാൻസ്വേഴ്സ് ആണെങ്കിലും അതോടൊപ്പം കോഡ് പ്രൊലാപ്സ് ഉണ്ടെങ്കിലും മാനേജ്മെന്റിന് നമുക്ക് ഈ പൊസിഷനിൽ പേഷ്യന്റിനെ കിടത്താം. ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്പാർട്ടം എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൊസിഷനാണ് നീച്ചസ് പൊസിഷൻ. വാൾച്ചേഴ്സ് പൊസിഷൻ. വാൾച്ചേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഈസ് ലൈങ് ഓൺ ദെയർ ബാക്ക്. അവരുടെ ബട്ടക് റീജിയൻ ടേബിൾ അല്ലെങ്കിൽ ബെഡിന്റെ എൻഡിലായിരിക്കും. അവിടെ നിന്നും കാലുകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള പൊസിഷനാണ് വാൾച്ചേഴ്സ് പൊസിഷൻ. ഇതിന്റെ മെയിൻ പർപ്പസ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ബ്രീച്ച് പ്രസന്റേഷൻ ആൻഡ് ഫോർ ദ ഫോഴ്സസ് ഡെലിവറിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷനാണ് വാൾച്ചേഴ്സ് പൊസിഷൻ. നെക്സ്റ്റ് വൺ ഈസ് ജാക്ക് നൈഫ് പൊസിഷൻ. ജാക്ക് നൈഫ് പൊസിഷനിൽ പേഷ്യന്റിന്റെ ഫുട്ട് ഏരിയ അതുപോലെ ഹെഡ് ഏരിയ ഹിപ്പിനേക്കാൾ താഴ്ന്നായിരിക്കും. ഏറ്റവും ഉയർന്നിരിക്കുന്നത് ഹിപ്പ് റീജിയൻ ആയിരിക്കും. ഇതിന്റെ മെയിൻ പർപ്പസ് ഏനൽ സർജറീസ്, രക്തത്തിലുണ്ടാകുന്ന ഏതെങ്കിലും സർജറീസിന് വേണ്ടി, കോക്കിക്സ്, അഡ്രിനൽ ഗ്ലാൻഡിന്റെ സർജറീസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ റോസ് പൊസിഷൻ. റോസ് പൊസിഷനിൽ പേഷ്യന്റ് സുപ്പൈനായിട്ട് കിടക്കുന്നു. ഇതിൽ പേഷ്യന്റിന്റെ നെക്ക് ഏരിയയുടെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ആണ്. അതായത് നെക്ക് റീജിയനിന്റെ പ്രോപ്പർ വിഷ്വലൈസേഷന് വേണ്ടി അണ്ടർ ദ ഹെഡും ഷോൾഡേഴ്സിലും ഒക്കെ പില്ലോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നെക്കിനെ ഹൈപ്പർ എക്സ്റ്റെൻഡഡ് ആക്കിയിരിക്കുന്ന പൊസിഷനാണ് റോസ് പൊസിഷൻ. മെയിൻലി നമ്മൾ റോസ് പൊസിഷൻ യൂസ് ചെയ്യുന്നത് ടോൺസിലെക്ടമി പ്രൊസീജിയേഴ്സ് നടത്തുന്നതിന് വേണ്ടി, അതുപോലെ അഡിനോയിഡക്ടമി, ഉബുലോപ്ലാസ്റ്റി ഒക്കെ നടത്തുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷനാണ് റോസ് പൊസിഷൻ. പ്രോപ്പർ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കംഫോർട്ടബിൾ ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കംഫോർട്ടബിൾ ഡിവൈസസ് ആണ് പില്ലോസ്. പില്ലോസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യന്റിന് ഒരു കംഫോർട്ടും സപ്പോർട്ടും കിട്ടും. ദെൻ ഫുഡ് ബോർഡ്സ്. ഫുഡ് ഡ്രോപ്സ് പ്രിവെന്റ് ചെയ്യുന്നതിനും കാലുകളുടെ നോർമൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഫുഡ് ബോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ബാക്ക് റെസ്റ്റ്. സിറ്റിംഗ് പൊസിഷനിൽ പേഷ്യന്റിന്റെ ബാക്ക് സർഫസിന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ബാക്ക് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബ്രീത്തിങ് ഈസി ആക്കാനും ബാക്ക് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മൂലം സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബെഡ് ക്രാഡിൽ. ബെഡ് ക്രാഡിൽ വുഡൻ ആകാം, മെറ്റൽ ആകാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആവാം. ഇത് നമ്മുടെ ടോപ്പിൽ വിരിച്ചിരിക്കുന്ന ബെഡിന്റെ ക്ലോത്തിങ്ങിന്റെ വെയിറ്റിനെ ഇല്ലാതാക്കും. അതായത് നമ്മുടെ ബോഡിയിലേക്ക് ടോപ്പ് ക്ലോത്തിന്റെ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബെഡ് ക്രാഡിൽസ് സഹായിക്കുന്നു. മെയിൻലി ബേൺസ് ഒക്കെയുള്ള കേസിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സൈഡ് റെയിൽസ്. ബെഡിന് സൈഡ് റെയിൽസ് ഉള്ളത് മൂലം പേഷ്യന്റ് ബെഡിൽ നിന്നും താഴേക്ക് വീഴാതെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ദെൻ സാൻഡ് ബാഗ്സ്. സാൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ഓർ റബ്ബർ ബാഗ് ആണ്. അതിൽ സാൻഡ് നിറച്ചിരിക്കും. ഒരു ഏരിയയെ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൻഡ് ബാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഹാൻഡ് റോൾസ്. ഹാൻഡ് റോൾസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലോത്ത് കൊണ്ടായിരിക്കാം ഉണ്ടാക്കുന്നത്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ക്ലോത്ത് നമ്മൾ മടക്കിയെടുക്കുന്നതാണ്. ഫിംഗേഴ്സ് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതായത് ടൈറ്റ് ആയിട്ട് പിടിക്കാതെ ഫ്രീ ആയിട്ട് ഫിംഗേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഹാൻഡ് റോൾസ്. ദെൻ സ്പ്ലിൻസ്. ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനെ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പ്ലിൻസ്. നെക്സ്റ്റ് വൺ ഈസ് കോട്ടൺ റിങ്സ്. കോട്ടൺ റിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടൺ എടുത്തിട്ട് അതിൽ നമ്മൾ ബാൻഡേജ് റാപ്പ് ചെയ്തിട്ടാണ് കോട്ടൺ റിങ്സ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബോണി ഏരിയാസിലൊക്കെയാണ് നമ്മൾ കോട്ടൺ റിങ്സ് വെച്ച് കൊടുക്കുന്നത്. ബെഡ് സോർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അതായത് പ്രഷർ റെഡ്യൂസ് ചെയ്ത് ബെഡ് സോർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ റിങ്സ് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ട്രൊക്കാൻഡ്ര റോൾസ്. ഇത് സുപ്പൈൻ പൊസിഷനിലേക്ക് പേഷ്യന്റ് കിടക്കുമ്പോൾ പേഷ്യന്റിന്റെ ട്രൊക്കാൻഡർ റീജിയനിന്റെ അല്ലെങ്കിൽ ഫുട്ടിന്റെ എക്സ്റ്റേണൽ റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന റോൾസ് ആണ് ട്രൊക്കാൻഡർ റോൾസ്.